പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് കുറവിലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നണികൾ. LDF വോട്ടുകളും ലഭിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അവകാശവാദം. ഇടത് വോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്തിട്ടുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ പ്രതികരിച്ചു. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ പ്രതികരണം. പ്രതീക്ഷിച്ച പോളിംഗ് രേഖപ്പെടുത്തിയില്ലെങ്കിലും മുന്നണികൾക്ക് പ്രത്യക്ഷത്തിൽ ആശങ്കയില്ല. സ്വന്തം വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിക്കാനായി എന്നാണ് ആത്മവിശ്വാസം. UDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവും ഗുണം ചെയ്തു. പാലക്കാട്ട് നിന്ന് ഒരു MLA നിയമസഭയിലേക്ക് പോകുന്നെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന് ഒരു പടി കൂടി കടന്ന് ഷാഫി പറമ്പിലും പറഞ്ഞു. പോളിംഗ് കുറഞ്ഞാലും അതൊരിക്കലും UDF-നെ ബാധിക്കില്ല. LDF സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. CPM-ഉമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഫോൺ വിളിച്ചിരുന്നു. അപ്പൊ അവര് പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത്. പാലക്കാട് ഒരു MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇടത് വോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും സഖാവായി തുടരുമെന്നും LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ 24-നോട് പറഞ്ഞു. ഇത്രയും പുരുഷാരമായി കാണുമ്പോൾ, ജനാവലിയായി കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എന്നുള്ളത് സത്യമാണ്. ആ ഒരു സഖാവ് എന്നുള്ള വിളിയിലെ ഒരു പാരസ്പര്യം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പറയുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം UDF-ന് തിരിച്ചടിയായെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. പ്രസ്ഥാനത്തിനെതിരായിട്ട് സന്ദീപ് തിരിഞ്ഞതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറി. UDF-ന് തിരിച്ചടിയാവുന്നതാണോ? UDF-ന് തീർച്ചയായിട്ടും തിരിച്ചടിയാവും. UDF ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഇത് അവസാന കാലത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് തന്നൊരു വയ്യാവേലിയായി പോയി എന്നാണ് അവർ പറയുന്നത്. പോളിംഗ് കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ വിശ്രമത്തിലേക്ക് കടന്നെങ്കിലും നേതൃത്വത്തിന് വിശ്രമമില്ല. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ ഒത്തുനോക്കി ജയസാധ്യതകൾ പരിശോധിക്കുന്ന തിരക്കിലാണ് അവർ. ശനിയാഴ്ച ഉച്ചവരെ ഈ കണക്കുകൂട്ടലുകൾ തുടരും. 24 പാലക്കാട്.